നമസ്കാരമുണ്ട്. നിങ്ങളിട്ടാൽ കളസം ഞങ്ങളിട്ടാൽ ബർമുട എന്ന ഒരു ചൊല്ല്, അത് ചൊല്ല് പണ്ടത്തെ അല്ല, ഇപ്പോഴത്തെ പുതിയ ചൊല്ലാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് പറയാൻ കാരണം തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവവികാസങ്ങളാണ്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ, തിരുമല വാർഡ് കൗൺസിലറും BJP നേതാവുമായ അനിൽകുമാർ ആത്മഹത്യ ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വലിയ ഞെട്ടലോടെയാണ് എല്ലാവരും ആ വാർത്ത ശ്രവിച്ചത്. മിടുക്കനായ ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം എന്താണ് എന്ന് ആദ്യം ആർക്കും മനസ്സിലായില്ല. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നാണ് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായത്. അനിൽകുമാർ നേതാവായ നേതൃത്വത്തിലുള്ള ഒരു സഹകരണ സംഘം, ആ സഹകരണ സംഘത്തിൽ നിന്ന് പൈസയൊക്കെ ഒരുപാട് പേര് എടുത്തുകൊണ്ട് പോയി. ഇവരാരും തിരിച്ചടച്ചില്ല. നമ്മുടെ ആൾക്കാരെയൊക്കെ ഒരുപാട് സഹായിച്ചു, പക്ഷെ അവരാരും തിരിച്ച് സഹായിച്ചില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പുണ്ട്. സ്വാഭാവികമായും ഒരു BJP നേതാവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേതൃത്വത്തിലുള്ള ഒരു സഹകരണ സംഘം, ആ സഹകരണ സംഘത്തിലെ അംഗങ്ങളും ആ സഹകരണ സംഘത്തിൻ്റെ പ്രധാന ഗുണഭോക്താക്കളും BJPക്കാരായിരിക്കുമല്ലോ. അല്ലാതെ ഇനി എത്ര നിഷേധിച്ചിട്ടും ഒരു കാര്യവുമില്ല. വെറുതെ വഴി കൂടെ പോണ CPM-മാരെ വിളിച്ച് ഏതായാലും ഒരു BJP നേതാവിൻ്റെ സഹകരണ സംഘം പൈസ കൊടുക്കും, അല്ല കൊണ്ടുപോക്കുമോ, സൗകര്യമുള്ളപ്പോൾ തന്നാൽ മതി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും വാർത്ത പുറത്തു വന്നു. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ പ്രദേശത്തെയാണോ ഇനി വേറെ അവിടെ നിന്ന് ഇങ്ങനെ വന്നാണോ എന്നറിയില്ല, BJP പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചു. ക്യാമറ, ട്രൈപോഡ് ഇതെല്ലാം ചവിട്ടി ഓടിച്ചു, കയ്യേറ്റം, ആകെ ബഹളമാണ്. ഏതായാലും കുറച്ച് നേരത്തെങ്കിലും ഞങ്ങൾ സമാധാനത്തിൻ്റെ മാർഗം വെടിഞ്ഞു എന്ന് BJPക്കാർ അവിടെ തെളിയിച്ചു. അവിടെ കൊണ്ടും തീർന്നില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം വളരെ സമാധാനപ്രിയനാണ്, അദ്ദേഹം കോപിച്ചാരും കണ്ടിട്ടില്ല, എന്ത് നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് ഒരു വനിതാ മാധ്യമപ്രവർത്തക ചോദ്യം ചോദിച്ചു. ശാന്തസ്വരൂപിയായ രാജീവ് ചന്ദ്രശേഖർ അവിടെ ഉഗ്രരൂപിയാവുകയാണ്. എന്താ ബഹളം, എന്താ ദേഷ്യം, മുഖമൊക്കെ ഇങ്ങനെ ചുവന്ന് തൊടുത്തിട്ട്, ആരാ, എവിടെന്നാ, ഓ നിങ്ങൾ അവിടെ നിന്നാണല്ലേ, എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല, ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരേ വാശിയാണ്. നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി, നീ നിന്നാ മതി അവിടെ. ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. ഞാൻ മറുപടി തരില്ല. ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ്, മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ നുണ പ്രചരിപ്പിക്കരുത്. പിന്നെ ശുദ്ധം നുണയാണ്. നിങ്ങൾ നുണ പറയുന്ന ചാനലാണ്, ഒരു നാണല്ലാത്തൊരു ചാനലാ. അല്ല, മരിച്ച ഒരു ആളെ കുറിച്ച് ഇങ്ങനെ പറയുന്നൊരു നാണല്ലേ നിങ്ങൾക്ക്? ഞാനാലോചിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു നേതാവായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ ബഹളം നടത്താനും. സ്വന്തമായിട്ടൊരു മാധ്യമ സ്ഥാപനം നടത്തുന്ന ആളുകൂടെയാണ് അദ്ദേഹം എന്ന് ഓർക്കണം. പോട്ടെ, അത് ക്ഷമിക്കാം. പെട്ടെന്നുള്ള ഒരു വികാര വിക്ഷോഭത്തിൽ ഞാൻ പറയില്ല എന്നൊക്കെ അദ്ദേഹം പറയും. പിന്നെ പറയാതെ വേറെ എന്ത് ചെയ്യാനാണ്? കാരണം പറയാനൊന്നുമില്ല. കാരണം പ്രതിരോധം വളരെ ദുർബലമാണ്. കാരണം അതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യയും അതിന് പിന്നാലെ നടന്ന സംഭവങ്ങളും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ വിവാദമായി. പ്രത്യേകിച്ച് ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് BJP. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത്. പിന്നെ എന്ത് പറഞ്ഞ് പ്രതിരോധിക്കും? അത് മാത്രവും കരുവന്നൂർ, കണ്ടല, ഏതെല്ലാം സ്ഥലങ്ങളിൽ സഹകരണ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടായി അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം സംസ്ഥാനത്ത് BJP നടത്തിയാണ്. കരുവന്നൂരിലെ പണം മേടിച്ചു തരുമോ എന്ന് ചോദിച്ചതിന് ഒരു പാവപ്പെട്ട അമ്മയെ നമ്മുടെ മന്ത്രി, കേന്ദ്രമന്ത്രി, അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പിന്നെ ED എന്തൊക്കെ ബഹളമാണ്. ഇവിടെ കേരളത്തിലെ സഹകരണ മേഖലയിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ച് അതിനെയൊക്കെ വലുതാക്കി ഇവിടെ എന്തോ വലിയ അഴിമതികൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ED കേരളത്തിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയാണ്. തിരുമലയിലോട്ട് ED വരുമോ ഇല്ലേ എന്നൊക്കെ കണ്ടറിയണം. കാരണം അവിടെ നടന്ന ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഏതായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും
ഇതിനിടയ്ക്ക് ഇറങ്ങിയ ഒരു വലിയ ഒരു ക്യാപ്സൂൾ ഒരു ഭാഗത്ത് മാത്രമല്ല എല്ലായിടത്തും ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് CPM-ഉം പോലീസും ചേർന്ന് ഈ സംഭവത്തിൽ BJP പ്രതികൂട്ടിലാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് BJPയുടെ ആരോപണം മാത്രമല്ല, ഇതും പറഞ്ഞ് ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചൊക്കെ നടത്തി. എന്തൊക്കെ ബഹളമായിരുന്നു! എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത് ഈ CPM നടത്തുന്ന സഹകരണ സംഘത്തിൽ അല്ലെങ്കിൽ CPM അനുഭാവികളോ CPM പ്രവർത്തകരോ നടത്തുന്ന സഹകരണ സംഘത്തിലെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അത് CPM-ൻ്റെ കുഴപ്പമാണ്. അത് CPM അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്തതാണ്. ഇപ്പുറത്ത് ഏതെങ്കിലും ഒരു BJP അനുഭാവി, ഏതെങ്കിലും ഒരു BJP ബന്ധു എന്തെങ്കിലും ഒരു പ്രസ്ഥാനം നടത്തി അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനം നടത്തി ഇത് കണക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾക്ക് അതുമായിട്ടൊരു ബന്ധമില്ല, അത് പുള്ളിയുടെ ഇഷ്ടത്തിന് നടത്തി, പിന്നെ അവിടെ നിന്ന് ലോൺ എടുത്ത മൊത്തം CPM-മാരും കോൺഗ്രസ്സുകാരാണ് എന്നും പറഞ്ഞോളേ. ഇതെന്തൊരു പരിപാടിയാണെന്ന് ഒരു പിടുത്തമില്ല. ഏതായാലും കാര്യങ്ങളെ കുറച്ചുകൂടി ലളിതമായി വിശദീകരിക്കാൻ മുൻ കേന്ദ്ര ന്യായീകരണ സഹമന്ത്രി ശ്രീ V. മുരളീധരൻ വന്നിട്ടുണ്ട്. നമുക്കിത് കേട്ട പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അത്ര ലളിതമായാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. കേട്ടോ, ആത്മഹത്യാക്കുറിപ്പിൽ നമ്മുടെ ആൾക്കാർ എന്ന് എഴുതി വച്ചാൽ അതെങ്ങനെ BJP-ക്കാരാകും? ചോദ്യം നമ്പർ 1. അതെ, ഒപ്പം നിന്നെന്ന് പറഞ്ഞാൽ വായ്പ കൊടുത്ത ആൾക്കാർ BJP എന്നാലും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അങ്ങനെയുണ്ടോ? അതായത് എങ്ങനെയുണ്ട്? സൂപ്പർ ചോദ്യമല്ലേ? ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഏതെങ്കിലും ഒരു CPM-കാരൻ സഹകരണ സംഘം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ CPM സഹകരണ സംഘം തുടങ്ങിയിട്ട് BJP-കാർ വിളിച്ച് ലോൺ കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും BJP-കാർ ഒരു സഹകരണ സംഘം തുടങ്ങിയിട്ട് നമ്മുടെ ആൾക്കാരെന്ന് പറയുമ്പോൾ CPM പോണ് പറഞ്ഞേ അവനെ ഇനി വിളിച്ചൊരു ലോണും കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് വെറുതെ അങ്ങ് ലോൺ കൊടുക്കും. എനിക്കറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദ്യങ്ങൾ, സംശയങ്ങൾ ഓരോന്നോരോന്നായി മുരളീധരൻ സാറ് എഴുതി വിടുകയാണ്. കരഞ്ഞു പോകും. ഇതാണ് സാറേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഏത്? നിങ്ങളിടുമ്പം കളസം ഞങ്ങളിടുമ്പം ബർമുട, അല്ലെങ്കിൽ ഞങ്ങളിടുമ്പം കളസം നിങ്ങളിടുമ്പം ബർമുട. ഏതായാലും CPM ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ അല്ലെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങളിൽ CPM-ൻ്റെ മറുപടിയും ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അവിടെ നിക്ഷേപിച്ച പണമെല്ലാം BJP-ക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടത്ര ജാഗ്രതയില്ലാതെ, ആവശ്യമായിട്ടുള്ള ഷുവർട്ടി ഇല്ലാതെ കൊടുക്കുകയാണ് ചെയ്തത്. ഇത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇപ്പൊ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് BJP നേതൃത്വത്തോട് നിരവധി പ്രാവശ്യം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും സഹായിച്ചില്ല എന്നുള്ളതാണ്. BJP പൊതുവേ ഈ 10-36 കൗൺസിലർമാർ അവർക്കുള്ളതില് ഈ കൗൺസിലർമാര് എല്ലാവരും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ വേറൊരു കാര്യത്തില് അവര് ഇത്തരം ചില കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട് പ്രത്യാക്രമണങ്ങളും ആക്രമണവും പ്രതിരോധവും എല്ലാം സ്വാഭാവികമാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. അത് ED-യോ കേന്ദ്ര ഏജൻസിയോ CBI-യോ ആര് വന്നാലും വേണ്ടില്ല. ഈ പൈസ എടുത്തുകൊണ്ട് മുങ്ങിയ, അത് തിരിച്ചടയ്ക്കാതെ ഈ പാവപ്പെട്ട മനുഷ്യനെ പറ്റിച്ചത് ആരായാലും അവരെ പുറത്തു കൊണ്ടുവരണം. അവരൊന്ന് കണ്ടുകെട്ടുകയോ മാതൃകാപരമായി ശിക്ഷിക്കുകയോ അതൊക്കെ നിയമത്തിൻ്റെ വഴിയെ പോകട്ടെ. പക്ഷേ ഇതിനൊരു പരിഹാരമുണ്ടാകും, അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനമുണ്ടാകും. കാരണം സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ കൊണ്ട് എവിടെ വിട്ടിട്ട് അത് തിരിച്ചെടുക്കാൻ വിഷമിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ അല്ലെങ്കിൽ നൂറുകണക്കിന് മനുഷ്യർ, അവരുടെ സങ്കടം നമ്മൾ കാണുന്നുണ്ട്. അവരെ പറ്റി ജീവിക്കുന്ന പല സഹകാരികളെയും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഒരു സഹകരണ സംഘത്തിൻ്റെ തലപ്പത്തിരുന്ന് ആളുകൾ ഓരോ ആവശ്യമായിട്ട് വന്ന് അവർക്കൊക്കെ ലോൺ കൊടുത്തു. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്ന മനുഷ്യർക്കൊക്കെ ലോൺ കൊടുത്തിട്ടും അത് തിരിച്ചു കിട്ടാതെ ഈ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിച്ച ഏത് കുറ്റവാളിയായാലും അല്ലെങ്കിൽ ഏത് മനുഷ്യരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് സമഗ്രമായി അന്വേഷണം നടത്തി ഉചിതമായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം. വേറൊന്നും പറയാനില്ല.